അപ്പോൾ നമ്മൾ എല്ലാവർക്കും കേട്ടുപരിചയമുള്ള ഒരു ഐറ്റമാണ് ഐസ്ക്രീം കേക്ക് എന്ന് പറയുന്നത്. എല്ലാ മേജർ കമ്പനീസിൻ്റെ ഉള്ളിലും അവർക്കൊരു ഫേവറേറ്റ് ഐസ്ക്രീം കേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലേക്സ്. അപ്പോൾ നമ്മളുടെ ടിറാമിസു ഐസ്ക്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഡയറി ക്രാഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ മാസ്കർപോൺ ചീസാണ് എടുത്തേക്കണത്. പിന്നെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്, നല്ല ചിൽഡ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കണത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, നമ്മൾക്ക് ഏത് കമ്പനി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ എസെൻസ്, ഞാനിവിടെ വാനില എസെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ ബീറ്ററിൻ്റെ ബൗളിലോട്ട് നമ്മളുടെ മാസ്കർപോൺ ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് നമ്മളുടെ ചീസ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വാനില എസെൻസ് എടുത്തു വെച്ചേക്കണത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്യണത്. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ടിറാമിസു ഐസ്ക്രീം കേക്കിൻ്റെ ബേസ് കറക്റ്റായിട്ട്, അതായത് നമ്മളെ ക്രീം നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് പൊക്കി നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല സ്റ്റിഫായിട്ടാണ് നമ്മളെ ക്രീം ഇരിക്കുന്നത്. ഈ ഒരു സ്റ്റിഫ്നെസ്സിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഐസ്ക്രീം ബേസ് ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാൻ പോവാണ്. നമ്മളിതെടുത്ത് അപ്പോൾ നമ്മളിനി ടിറാമിസു ഐസ്ക്രീം കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്, നമ്മളെല്ലാവരും നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടും വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കണവരാണെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ടിറാമിസുവിൻ്റെ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും. അതുപോലെ ഞാൻ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അടിച്ച ഐസ്ക്രീം ബേസിൻ്റെ പൈപ്പിംഗ് ബാഗാണിത്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ക്ലിങ് ഫോയിൽ എടുത്തിട്ട് ഞാനൊരു 6 ഇഞ്ച് പാനിൽ ഉൾഭാഗം നിറച്ചും കവർ ചെയ്തേക്കാണ്. പുറത്തേക്കൊന്നുമില്ല, ഉൾഭാഗം മൊത്തം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെ പൈപ്പിംഗ് ബാഗ് കുറച്ച് കട്ടിക്ക് തന്നെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ സെറ്റിംഗ് ബൗളിൽ ഫസ്റ്റത്തെ ലെയറായിട്ട് നമുക്ക് ഈ ഒരു ക്രീമിനെ കൊടുക്കാം. ഒരു ലെയർ ക്രീം കൊടുക്കാം. ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഫിംഗർ ബിസ്ക്കറ്റ് എടുക്കുക, ജസ്റ്റ് ഒന്ന് മുക്കുക, അപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്യാം. നമ്മൾ ഓവറായിട്ട് മുക്കിയിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് പൊട്ടിപ്പോവും. ജസ്റ്റ് മുക്കുക, വെച്ച് കൊടുക്കുക. നമ്മളുടെ സെക്കൻഡ് ലെയർ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗും കൂടി നിറച്ചിട്ട് ഒരു ലെയറും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെയറും പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറും കൂടിയും ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. കംപ്ലീറ്റ് നമ്മളുടെ പാൻ ഫില്ലായി വരുന്നവരെ നമ്മളിതിനെ ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് കൂടുതലായിട്ടൊന്നും നിൽക്കരുത്, കറക്റ്റ് ലെവൽ ചെയ്തിട്ട് നിൽക്കണം. എക്സ്ട്രാ വരുന്നത് നമുക്ക് മാറ്റാം. നമുക്ക് ഇത് ബേസിലോട്ട് നമ്മൾ ഇൻവേർട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുക. അപ്പം അന്നേരം നമുക്ക് ലെവൽ അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളുടെ പാനിൽ നമ്മൾ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനി നമ്മളെ ഫ്രീസറിൽ ഒരു 4 മണിക്കൂർ വെച്ച് റെഫ്രിജറേറ്റ് ചെയ്ത് നല്ല ഫ്രീസ് ചെയ്ത് എടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ടിറാമിസു ഐസ്ക്രീമിൻ്റെ ബേസും അതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഈ ഒരു ബേസിലോട്ട് ഇതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് ഇടാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇൻവേർട്ട് ചെയ്തിട്ട് അതിന് മേലെയുള്ള ക്ലിങ് ഫോയിലൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസൈനിങ് പാർട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന നമ്മളുടെ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഞാൻ ബോർഡർ പോലെ വെച്ചു കൊടുക്കുകയാണ്. വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു റിബൺ വെച്ചിട്ട് ഇതിനൊന്ന് ടൈ ചെയ്യാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളുടെ ആ ഫിംഗർ ബിസ്ക്കറ്റ് നിൽക്കും. ബോർഡറായിട്ട് നമ്മൾ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടിറാമിസു ഐസ്ക്രീം കേക്ക് ഇവിടെ റെഡി ആയേക്കാണ്. അപ്പോൾ നമ്മളുടെ ടിറാമിസു ഐസ്ക്രീം കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനിയും നല്ല റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. Until then, take care. Bye bye.